പാലകുറുമ്പ ക്ഷേത്രത്തിൽ ഈ ഭണ്ഡാരം സ്ഥാപിച്ചു. കേരള ഗ്രാമീൺ ബാങ്കുമായി സഹകരിച്ച് ഈ ഭണ്ഡാരം സ്ഥാപിച്ചതോടെ ഇനി ഭക്തർക്ക് ഡിജിറ്റലായി കാണിക്ക സമർപ്പിക്കാം. ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് അംഗം പ്രജീഷ് തിരുത്തിയിൽ, കേരള ഗ്രാമീൺ ബാങ്ക് മാങ്കാവ് ശാഖാ മാനേജർ ബിജിത് ലാൽ എന്നിവർ ചേർന്ന് ഈ ഭണ്ഡാരം വിശ്വാസികൾക്കായി സമർപ്പിച്ചു. എക്സിക്യൂട്ടീവ് ഓഫീസർ ബാബുരാജ്, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജയരാജൻ, അംഗങ്ങളായ വേണുഗോപാൽ, സതീഷ്, ലളിത തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് ജീവനക്കാരായ വി മുരുകദാസ്, പ്രവീൺ, രേഷ്മ, ബിന്ദു, പ്രജീഷ് തുടങ്ങിയവരും നിരവധി ഭക്തരും ചടങ്ങിൽ പങ്കുകൊണ്ടു. പ്രത്യേകിച്ചും ഇന്ന് പുതുതലമുറയിലെ കുട്ടികളൊക്കെ തന്നെയും പണം കൂടെ കൈ കൊണ്ടു നടക്കുന്ന ശീലം ഇല്ലാത്ത ആളുകളാണ്. ഒട്ടുമിക്ക ആളുകളുണ്ട്, പ്രായമുള്ള ആളുകളൊക്കെ തന്നെ അതിൻ്റെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൻ്റെ അകത്തെത്തി ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ഒരാൾ, നമ്മളിതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത്, അയാൾ ക്ഷേത്രത്തിൻ്റെ അകത്തെത്തി കഴിഞ്ഞാലാണ് ഒരു പക്ഷേ തിരിച്ചറിയുന്നത് കയ്യിലിരിക്കുന്നത് മൊബൈൽ ഫോൺ മാത്രമാണ്, ലിക്വിഡ് മണി വീട്ടിൽ വെച്ചിരിക്കുകയാണ്. പത്രസഹത്തിൻ്റെ അത് ക്ഷേത്രത്തിനകത്തെത്തുന്ന ഒരു ഭക്തൻ, ആ ഭക്തന് അദ്ദേഹം ആഗ്രഹിക്കുന്നൊരു കാര്യം പൂർത്തീകരിക്കാതെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു കൊണ്ട സാഹചര്യം ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ വിശ്വാസപ്രകാരം നമ്മളൊരു മറ്റ് പല കാര്യങ്ങളും നമ്മൾ താൽക്കാലികമായ ഒരാളോട് പണം കൈവായ്പയെ വാങ്ങുമെങ്കിലും ക്ഷേത്രത്തിൻ്റെ അകത്ത് എത്തിയ ഒരു പൂജാകാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ പോലും നമുക്ക് തൊട്ടടുത്ത ഒരാളോട് പണം കടം വാങ്ങുന്ന സാഹചര്യം ഉണ്ടാവാറില്ല. അത് നമ്മളൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മളങ്ങനെ കരുതുന്നു. അപ്പം അത്തരം സാഹചര്യത്തിൽ ഒരു മൊബൈൽ ഫോണുമായി റോഡിലേക്ക് സാധാരണ സ്വഭാവത്തിൽ ഇറങ്ങുന്ന ഒരാൾ, അയാളൊരു ഭക്തൻ, ഏത് പ്രായത്തിലുള്ള ആൾ ഭക്തൻ എത്തിയാൽ ക്ഷേത്രത്തിന് ചിലപ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്തിയാലായിരിക്കും ഒരു വഴിപാട് ചെയ്യണമോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അത്തരം സാഹചര്യം അത് പൂർത്തീകരിക്കാൻ പറ്റാതെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കാനാണ് നമ്മൾ ഈ ടെക്നോളജിയോട് കൂടി ചേർന്ന് നമ്മൾ ഈ ഹുണ്ടി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ക്ഷേത്രത്തിൽ നടപ്പിലാക്കുന്നത്. വളരെ സന്തോഷം എന്ന് പറയുന്നത് ഗ്രാമീണ ബാങ്ക് വളരെ ആ ഒരു രീതിയിൽ അതിൻ്റെ ചിന്താഗതിയിൽ നമ്മളോടൊപ്പം ചേർന്ന് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ബാങ്കിൻ്റെ പേര് തന്നെ ഗ്രാമീണ ബാങ്ക്. അപ്പോൾ ഗ്രാമീണ ജനതയുടെ സ്വപ്നങ്ങൾക്കൊപ്പം ആ സ്വപ്നങ്ങളെ ഒരു പക്ഷേ നഗരത്തിൻ്റെ ആളുകളുടെ സ്വപ്നങ്ങളോട് കൂടെ ചേർത്തുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു വലുപ്പം, അവരുടെ കാഴ്ചപ്പാടുകളുടെ ചിന്താഗതികളുടെയൊക്കെ വലുപ്പം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഗ്രാമീണ ബാങ്ക് നമ്മളോടൊപ്പം ചേർന്ന് കൂടുന്നത്. ഇന്ദിരാഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമീൺ ബാങ്ക് എന്ന സങ്കല്പത്തെ സാക്ഷാത്കരിക്കുന്നതിലൂടെ അതിൻ്റെ ഒരു ഭാഗമായി നമ്മുടെ ഗ്രാമീൺ ബാങ്കിൻ്റെ ശ്രമഫലമായി ടെക്നോളജി വളർന്നതിനോടൊപ്പുകൂടി നമ്മുടെ പാലകുറുമ്പ ദേവി ക്ഷേത്രത്തിൽ ഒരു ഈ കാണിക്ക സംഭാവന ചെയ്തിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ ചരിത്ര പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് കേരള ഗ്രാമീൺ ബാങ്ക് മാങ്കാവ് ശാഖ എന്നും കൂടെ ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ഉറപ്പുവരികയാണ്. ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങളിൽ കണ്ണുവച്ച കള്ളന്മാർക്കുള്ള താക്കീത് കൂടിയാണ് ഈ ഭണ്ഡാരം.